ആരോഗ്യരംഗം പുഴക്കാട്ടിരിയിലെ ജനങ്ങളുടെ ആതുര സേവന രംഗത്തെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് പഞ്ചായത്ത് ഓഫീസിനൊരൽപ്പം പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രം. 2 മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 20 സ്ഥിരം ജീവനക്കാരും 10 താൽക്കാലിക ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു. വളരെ ചെറിയ നിലയിൽ 1978 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ ആശുപത്രി ഇന്ന് അതിന്റെ വളർച്ചയുടെ പല പടവുകളും പിന്നിട്ട് വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു. ഇതിനു കീഴിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പരിരക്ഷ പാലിയേറ്റീവ് ഹോം കെയർ പഞ്ചായത്തിലെ കിടപ്പിലായ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന നിത്യരോഗികൾക്ക് ആശ്രയമെന്ന നിലയിൽ 2008 മുതൽ പരിരക്ഷ ഹോം കെയർ പദ്ധതി പ്രവർത്തിച്ചു വരുന്നു. തുടക്കത്തിൽ ആഴ്ചയിൽ 1 OPയും 1 ഹോം കെയറുമായി തുടങ്ങിയ പദ്ധതിക്ക് കീഴിൽ ഇന്ന് 100 കണക്കിന് രോഗികൾക്ക് ഗൃഹകേന്ദ്രീകൃത നഴ്സിംഗ് പരിചരണം ലഭ്യമാണ്. ഇപ്പോൾ മാസത്തിൽ 4 OPകളും 16 ഹോം കെയർ സന്ദർശനങ്ങളും നടക്കുന്നു. ഹോം കെയർ നമ്മുടെ പാലിയേറ്റീവ് പരിരക്ഷ ഹോം കെയർ ടീം വന്നിട്ടുള്ളത് സംഗീത മാഡത്തിൻ്റെ വീട്ടിലാണ്. അഡ്വക്കേറ്റ് ആയിരുന്നു, ഇപ്പോൾ പ്രാക്ടീസ് ഇല്ല. എൻ്റെ ഈ ഫിസിക്കൽ കണ്ടീഷൻ കാരണം ഇപ്പോൾ ഒരു 2015 മുതൽ ഞാൻ കംപ്ലീറ്റ്ലി വീൽ ചെയറിലാണ്. നെർവിനാണ് പ്രശ്നം വന്നത്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിലാണ് തുടങ്ങിയത്. അതിപ്പോൾ ഗ്രാജുവലിയാണ് ഞാനിങ്ങനെ വീൽ ചെയറിലേക്ക് ആയിട്ട് മാറിയത്. പാലിയേറ്റീവിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ നീ വന്നോ ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നാ ഏതോ ജന്മകൽപ്പനയിൽ. വാലിറ്റി കുഴപ്പമില്ല, വാലിറ്റിക്കാർ അടിപൊളിയാണ്. മാസം വരലുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കലുണ്ട്, ഇരിക്കലുണ്ട്. സുമിസിസ്റ്ററാണ് കാര്യമായിട്ട് വിളിക്കലിരിക്കലൊക്കെ. അപ്പോൾ നമ്മളെന്ത് ആവശ്യം ഉണ്ടെങ്കിൽ സുമിസിസ്റ്റർ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ സുമിസിസ്റ്ററോട് പറഞ്ഞിട്ടില്ലെങ്കിലും സുമിസിസ്റ്റർ കാര്യങ്ങൾ അറിയും. എന്നിട്ട് ഇങ്ങോട്ട് വിളിക്കലാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്. അതെങ്ങനെയും കറക്കി തിരിഞ്ഞ് സുമിസിസ്റ്റർ അടുത്ത് എത്തും. 2008 നമ്മളിവിടെ പരിരക്ഷ ഹോം കെയർ തുടങ്ങിയിട്ടുള്ളത്. അത് തുടക്കത്തിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മൾ പരിരക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഹോം കെയർ വഴി രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് അവരുടെ ഒരു ഫോളോ അപ്പ് എത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് ദൈനംദിന കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമുള്ള അവരെ മാത്രം പരിരക്ഷയിൽ നിർത്തി ബാക്കിയുള്ളവരെ NCD വഴി മരുന്ന് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് നമ്മൾ കണ്ടെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികൾക്കുള്ള OPയാണ് നമ്മൾ തുടക്കത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാക്കി കിഡ്നി, അതുപോലെ കിഡ്നി മാറ്റിവെച്ചവർ, ക്യാൻസർ, ഹാർട്ട് പേഷ്യൻ്റ്, അവർക്കൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം OP വഴി നടത്തുന്നുണ്ടായിരുന്നു, കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസം തുടങ്ങിയ ഹോം കെയർ ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസമായിട്ട് മാസത്തിൽ 16 ഹോം കെയർ നമ്മൾ നടത്തുന്നുണ്ട്. അതുവഴി ഒരു 385ഓളം രോഗികൾക്ക് നമ്മൾ പരിചരണം കൊടുക്കുന്നുണ്ട്. അതിൽ 62 പേര് തീർത്തും കിടപ്പിലായവരും 112ഓളം പേര് വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരുമാണ്. അതിൽ തന്നെ ക്യാൻസർ രോഗികൾ, അതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവരും തീർത്തും കിടപ്പിലായവർക്കാണ് ഇപ്പോൾ നമ്മൾ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിടപ്പിലായ രോഗികളെ പുറം ലോകത്തേക്ക് എത്തിച്ച് മാനസിക ഉല്ലാസം നൽകുന്നതിന് എല്ലാ വർഷവും രോഗി ബന്ധു കുടുംബ സംഗമം നടന്നുവരുന്നു. ഈ ദിവസത്തിൽ അവരുടെ മാനസിക ഉല്ലാസത്തിന് അർപ്പിത സേവനവുമായി പൊതുജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും മുന്നിട്ടിറങ്ങുന്നത് പുഴക്കാട്ടിരിയുടെ കരുണവറ്റാത്ത മനസ്സിന്റെ നേർചിത്രമാണ്. ആരോഗ്യ മേഖലയിൽ തന്നെ വലിയൊരു കവറേജ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് പുഴക്കാട്ടിരി FSC. നമുക്ക് പഞ്ചായത്ത്, പുഴക്കാട്ടിരി പഞ്ചായത്തിനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മങ്കടയിൽ നിന്നും തന്നെ ഫണ്ടുകൾ ലഭിച്ചാണ് ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ പ്രത്യേകം പുഴക്കാട്ടിരി പഞ്ചായത്തിൽ നമുക്ക് നമ്മൾ ഏതൊരു ആവശ്യത്തിന് ചെന്നാലും പുഴക്കാട്ടിരി ഭരണസമിതി അതിന് നല്ലൊരു ആവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമുക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മയോടെ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ഇവിടെ പുഴക്കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈയിടെ ഡിസംബർ 1 എയ്ഡ്സ് റാലി നടത്തുകയുണ്ടായി. സമൂഹത്തിൽ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവിധ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു എയ്ഡ്സ് റാലി ഡിസംബർ 1 സംഘടിപ്പിച്ചത്. അത് പ്രത്യേകം നമ്മുടെ എല്ലാ മെമ്പർമാർ, നമ്മുടെ MES മെഡിക്കൽ കോളേജിൽ ടീം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, NSS, നമ്മുടെ ജെംസ് യൂണിറ്റിലെ കുട്ടികൾ, ഡെൻ്റൽ കോളേജ് കുട്ടികൾ, നമ്മുടെ സ്കൂളിൽ നിന്ന് NSS ടീം,
എല്ലാ വിഭാഗത്തിൽ നിന്നും ഏകദേശം നമുക്ക് 286 പേര് പങ്കെടുത്തൊരു എയ്ഡ്സ് റാലി നമുക്ക് സാധിച്ചു തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. കാരണം അത് ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ടീമിൻ്റെ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ 24 നമ്മുടെ സ്റ്റാഫും നമുക്ക് അഡ്വോക്ക് NHM വഴിയുള്ള സ്റ്റാഫും എല്ലാവരും കൂടി നല്ലൊരു ടീം വർക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ വെച്ച പ്രൊജക്റ്റുകളെല്ലാം വൈവിധ്യമാർന്ന പ്രൊജക്റ്റുകളുമുണ്ട്. അതിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ആഴ്ച മുന്നേ നമ്മൾ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു നമുക്ക് ആരോഗ്യബേരി, മലപ്പുറം ജില്ലയിൽ തന്നെ പൈലറ്റ് പ്രൊജക്റ്റായി എടുത്ത ആരോഗ്യബേരി നമ്മൾ ബഹുമാനപ്പെട്ട MP സമദാനി സാഹിബാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ ആ പ്രോഗ്രാം തന്നെ നമ്മൾ ഏകദേശം 300 രോഗികൾക്ക് സൗജന്യമായിട്ട് തന്നെ കിഡ്നി രോഗനിർണയ ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചു. അതിനുശേഷം നടത്തിയൊരു പ്രോഗ്രാമാണ് നമ്മൾ ജനുവരി 2 നടത്തിയ പ്രോഗ്രാം, നമ്മുടെ ഫാമിലി മീറ്റ്, പാലിയേറ്റീവ് പരിരക്ഷ കുടുംബസംഘമായിരുന്നു. നമ്മൾ 140 കിടപ്പിലായ രോഗികളുടെ കൂടെ അവരെ ഒരു ബൈസ്റ്റാൻഡർ 140 പേര്, അതുപോലെ തന്നെ 140 വളണ്ടിയർമാർ, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള NSS ടീം, നമ്മുടെ SPC, നമ്മുടെ ജംസിന്ന് NSS ടീം, നമ്മുടെ MES മെഡിക്കൽ കോളേജിലെ ഹൗസ് എല്ലാവരും കൂട്ടമായിട്ട് ഒരു 500 പേരടങ്ങുന്ന ഒരു പ്രോഗ്രാം തന്നെ നല്ല വിജയകരമായിട്ട് തീർക്കാൻ സാധിച്ചത് നമ്മുടെ പുഴക്കാട്ടി പഞ്ചായത്തിൻ്റെ ഒരു ടീം വർക്ക്, പഞ്ചായത്ത് ഭരണസമിതിയുടെ നല്ലൊരു സപ്പോർട്ടാണ് അതിനൊരു തെളിവായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെഡിക്കൽ ഓഫീസർ എന്തൊരു ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നാലും ഒരു അപേക്ഷ എഴുതി കൊടുത്തത് ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ 3-4 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നതുമാണ്. അതിനൊരു പോസിറ്റീവായിട്ട് തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകും. നമ്മൾ മെഡിക്കൽ ഓഫീസർക്കും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഒരു പോസിറ്റീവ് എനർജി നൽകുകയും ഒരു ഊർജ്ജം നൽകുകയും ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പുഴക്കാട്ടി ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടും എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. ദേശീയ ആരോഗ്യ പദ്ധതികൾക്ക് കീഴിൽ മാതൃകാപരവും ജനോപകാരപ്രദവുമായ നിരവധി ശുശ്രൂഷ സേവനങ്ങൾ ഇവിടെ നടന്നുവരുന്നു. ജീവിതശൈലി രോഗനിയന്ത്രണം, മരുന്ന് വിതരണം, പരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രതിരോധ കുത്തിവെപ്പുകൾ, പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം, ക്ഷയരോഗ നിയന്ത്രണം, വിവിധ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ആരോഗ്യബേരി, എയ്ഡ്സ് ദിന റാലി, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ഓരോ വാർഡുകളിലും ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ആശാപ്രവർത്തകരുടെ സേവനവും ശ്രദ്ധേയമാണ്. ആരോഗ്യ ഗ്രാമം പദ്ധതി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന MES മെഡിക്കൽ കോളേജിന്റെ ആരോഗ്യരംഗത്തെ അനുഭവങ്ങളും വിഭവങ്ങളും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൂടി അനുഭവവേദ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യഗ്രാമം പദ്ധതി. 2022 സെപ്റ്റംബർ 22-ന് MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം കുടുംബങ്ങളിൽ നിന്ന് 5000-ത്തിലധികം ആളുകളും ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നു. മുഴുവൻ കുടുംബങ്ങളെയും 20 വീടുകൾ വീതമുള്ള ക്ലസ്റ്ററുകളാക്കി തിരിക്കുകയും ക്ലസ്റ്ററുകൾക്ക് കൺവീനർമാരെ നിയമിക്കുകയും ചെയ്തു. ഓരോ വീടുകൾക്കും ഒരു MBBS വിദ്യാർത്ഥിയെ നിയമിക്കുകയും അവർ എല്ലാ മാസവും കുടുംബങ്ങൾ സന്ദർശിക്കുകയും സാമൂഹ്യ ആരോഗ്യ കാര്യങ്ങളിൽ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ ചില പ്രവർത്തനങ്ങൾ: ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്യാമ്പ്, ഈ ക്യാമ്പിലെ വിജയികൾക്ക് പാപ്പിലിയോ വിനോദയാത്ര, മിനി മെഡിക്കൽ ക്യാമ്പുകൾ, പോഷകാഹാരവും ആരോഗ്യവും ന്യൂട്രീഷൻ ക്യാമ്പ്. എല്ലാ മാസവും MBBS വിദ്യാർത്ഥികൾ ഭവന സന്ദർശനം നടത്തി കുടുംബത്തിന്റെ ആരോഗ്യ പുരോഗതി വിലയിരുത്തുന്നു. ദന്തപരിശോധന, ബോധവൽക്കരണം നടത്തി. പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലെ FHCയിൽ നമ്മുടെ ആരോഗ്യപരമായ നല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. ഭരണസമിതി കയറി 2020 ഡിസംബറിലാണ് ഭരണസമിതി അധികാരമേറ്റ്. അതിനുശേഷം ഇന്നു മുതൽ നമ്മൾ രോഗികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് നല്ല മൂർധന്യാവസ്ഥയുള്ള സമയത്തായിരുന്നു നമ്മുടെ ഭരണസമിതിക്ക് കയറാൻ കഴിഞ്ഞത്. അന്നു മുതൽ കോവിഡ് വാക്സിനേഷൻ വളരെ കൃത്യമായി ചെയ്യാൻ നമ്മുടെ മെഡിക്കൽ ഓഫീസർമാരും നമ്മുടെ JPHന്മാരും അതുപോലെ മെമ്പർമാരും എല്ലാവരും സഹകരിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 40,832 ജനസംഖ്യയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കണക്കനുസരിച്ച്. ഇതിന് മുമ്പ് 2013 സെൻസസ് അനുസരിച്ചുള്ള കണക്ക് നിന്നും വളരെയധികം കൂടുതൽ നമുക്ക് ജനസംഖ്യ കൂടിയിട്ടുണ്ട്. എന്തായാലും നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസറും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തകരും ആശാ വർക്കർമാരാണെങ്കിലും അതുപോലെ തന്നെ
എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ വളരെയധികം മുന്നിൽ തന്നെയാണ്. നമുക്ക് പുതുതായിട്ട് നമ്മുടെ ആരോഗ്യവേദി പദ്ധതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 300ഓളം ആളുകളെ കണ്ടെത്തി അവരുടെ കിഡ്നി ടെസ്റ്റിംഗ്, കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ട MP ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് നന്നായിട്ട് നമ്മുടെ ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഒരു വ്യക്തമായൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് അടുത്ത് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്ത്രീകളിൽ ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയിഡ്. അപ്പോൾ അതും നമ്മളൊരു ടെസ്റ്റിലൂടെ കണ്ടെത്താനുള്ള ഒരു ക്യാമ്പ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.